Good morning, friends. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram welcomes you all. നമ്മളെ എക്സസൈസ് കഴിഞ്ഞ് നടക്കുന്നു, അതുകൊണ്ട് വേറെ ഒരു ചെറിയ ഒരു അണപ്പുണ്ടല്ലേ. യെസ്, ഇന്ന് വളരെ തിരക്കേറിയ ദിവസമാണ്. ഉച്ച മുതൽ 2 ദിവസം എറണാകുളത്ത് ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ യൂഷ്വൽ പ്രൊസീജിയേഴ്സിനൊക്കെ മാറി നിൽക്കേണ്ട സ്ഥിതി, അപ്പോൾ അതിനുള്ള തിരക്കുണ്ട്. ഇന്നലെ നമ്മൾ അങ്ങനെ ടി വി കാണുന്ന ആളല്ല. ഒരു 15 to 20 minutes ഹാർഡ്ലി വാച്ചിങ് ടി വി. മൂവി പുതിയത് വല്ലതും വരികയാണെങ്കിൽ ഇത്രയും കാണും, ഇത്രേ ഉള്ളൂ. മൂവി തിയേറ്ററിൽ പോയി കാണുന്നത് എനിക്കിഷ്ടം. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എക്കോ എന്ന ഒരു സിനിമ കഴിഞ്ഞ ദിവസം കണ്ടു. എക്കോ എന്നാണ് അതിൻ്റെ ഓർമ്മ. അടിപൊളി സിനിമയായിരുന്നു. എൻ്റെ ഒന്ന് പട്ടികളെ ഒക്കെ വെച്ച് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സിനിമയായിരുന്നു. അതൊക്കെ കണ്ടു, തിയേറ്ററിൽ പോയാൽ കണ്ടേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാനിത് ഒന്നിപ്പോൾ സംസാരിക്കാൻ വരുന്ന വിഷയം അതൊന്നുമല്ല. അപ്പം നമ്മൾ കണ്ട ഒരു കാഴ്ച, ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയാളെ വറക്കാനും പൊരിക്കാനുള്ള ശ്രമം എല്ലാവരും ചേർന്ന് നടത്തുക. ഞാൻ ഒത്തിരി ചിരിച്ചു. എല്ലാ ഇലക്ഷനും ഒരു കാണിക്ക എന്ന പോലെ ഒരു സുന്ദരിയായ പെൺകുട്ടി നമ്മൾ കൊണ്ടുവരും, അതിട്ട് വാരി അലക്കും. ഇലക്ഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ച് ചെയ്യുമ്പം ഈ ആശാട്ടിമാർ എവിടെ പോയെന്ന് പിന്നെ ആരും അന്വേഷിക്കും. ഒരാൾ മരിക്കാൻ കിടക്കുന്നെന്ന് പറയുന്നു, ഒരാൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പടക്കം പൊട്ടിക്കും, മുഖ്യമന്ത്രിയെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയും. ഇതൊക്കെ കേരള ജനത പുച്ഛിച്ച് തള്ളിയ കാര്യമാണ്. ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ആ ലേഖകനെയൊക്കെ ഒന്ന് കാണണം. അവനേതാണ്ട് വലിയ കണ്ടുപിടുത്തം നടത്തി. ഏതാ നമ്മുടെ ശൂന്യാകാശത്തേക്ക് പോകുവാൻ ഒരു പുതിയ റോക്കറ്റ് സിസ്റ്റം കണ്ടുപിടിച്ച ഗമേല കക്ഷി നടക്കുന്നത്. എന്താ ഒരുത്തൻ്റെ ജീവിതം ചവിട്ടിക്കുഴയ്ക്കാണ്. പക്ഷേ അവന് തെറ്റിപ്പോയി. കേരള ജനത ഇത് കണ്ടും കേട്ടും മടുത്തു. കണ്ടും കേട്ടും മടുത്തു. എല്ലാ ഇലക്ഷനും നമ്മൾ ഇതില്ലേ കാണാൻ ചില ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുന്നത് പോലെ ഇങ്ങനെ ഓരോന്നിനെ ഇറക്കും. 25-50 ലക്ഷം രൂപയൊക്കെ മുടക്കി ഇറക്കുന്നു. മടുത്തു മടുത്തു. ഇതിനിവിടെ ഇനി ചിലവൊന്നുമില്ല. അതൊക്കെ ഇരിക്കട്ടെ. ഇപ്പോൾ ഈ പുറകെ നടക്കുന്ന പല ആശാന്മാരുടെയും കാര്യം ഓർത്താലേ, ഞാനീ പഠനം നടത്തുമ്പോഴേ കുറേ ആശാന്മാരെൻ്റെ മുമ്പിലോട്ട് വരുന്നുണ്ട്. അത് ഒരു വർഷത്തു നിന്നല്ല, എല്ലാ പക്ഷം. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒരു ജനറ്റിക് നീഡല്ലേ ഇതൊക്കെ. അങ്ങനെ വരുമ്പം അത് കക്ഷി സമ്മതം കോടതി തന്നെ വിധിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്, ഒരു പെൺകുട്ടി കുറേ കാലം കഴിഞ്ഞ് എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു വന്നാൽ അതിന് അത്ര വലിയ ഗൗരവം കൊടുക്കേണ്ടതെന്ന്. കാരണം എന്ന് വെച്ചാൽ ഉഭയകക്ഷി സമ്മതപ്രകാരം അവർ കൂടി ഇരുന്നിട്ട് പിന്നീട് പ്രലോഭനങ്ങൾക്കോ മറ്റോ കല്യാണവും കഴിച്ച് പോയിട്ട് പ്രലോഭനങ്ങൾക്ക് മറ്റോ വശംവദയായി നാടകം അഭിനയിക്കാൻ വരുമ്പം വാസ്തവം പറഞ്ഞാൽ പഴയ കാലത്ത് അരിച്ചൂറിലെടുത്ത് കുണ്ടിക്കടി കൊടുത്ത് ഓടിക്കുക വേണ്ടത്. അതിജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു പാവം പെൺകുട്ടിയെ, ഇപ്പോൾ നമുക്ക് സൂര്യനെല്ലി കേസ്, നമ്മളെല്ലാം എത്ര തീക്ഷ്ണമായി അതിനകത്ത് ഇടപെട്ടത്. എത്ര വിദഗ്ധന്മാരും എത്ര ധനമുള്ളവരൊക്കെ ആയിട്ടും എല്ലാത്തിനെയും പിടിച്ച് ജയിലടച്ചില്ലേ. അത് വേണം. ആ കൊച്ചുകുട്ടി 10ാം ക്ലാസ് പോലും പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിയെ കൊണ്ടുപോയി നമുക്കത് അംഗീകരിക്കാം. മറിച്ച് കോളേജിൽ പഠിക്കുന്ന വിദ്യാസമ്പന്നർ പരസ്പരം സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു, വർത്തമാനം പറഞ്ഞു. ഇതിനെന്താ ഇത്ര വലിയ പുതുമ? എനിക്കറിയാൻ പാടില്ല. ഇതേത് കോടതി ശിക്ഷിക്കും? ഒന്ന് പറഞ്ഞേ, ഏത് കോടതി ശിക്ഷിക്കും? എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ്. ഒരു
മിടുമിടുക്കനായ ഒരു പയ്യനെ, അവൻ അരോഗദൃഢഗാത്രനാണ്. അവൻ ഈ നാടിന് വേണ്ടി ഒത്തിരി പണി, ഇവിടുത്തെ രീതി അനുസരിച്ച് ഒരു 10-15 തവണ MLA ആകേണ്ടവനാണ്. ഇവിടെ അങ്ങനെയാണല്ലോ, ഒരിക്കൽ ജനിച്ചാൽ പിന്നെ നമ്മളവിടെ നിന്ന് വിട്ടുപോകത്തില്ലല്ലോ. എല്ലാം ഒരു കോളിനസ് പുഞ്ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ. എന്തൊരു കഷ്ടമല്ലേ. 2 or 3 times കൂടുതൽ ഒരുത്തനെയും ജയിപ്പിക്കരുത്, അത് മോശമാണ്. ഒരു പുതിയ ഇറക്കം വരട്ടെ, അവനും കിട്ടുമല്ലോ പെൻഷൻ. 10-15,000 രൂപ മാസം പെൻഷൻ കിട്ടുമല്ലോ 5 വർഷം കഴിയുമ്പോഴേ. അടുത്ത ആൾ വരട്ടെ, അവനും കിട്ടും. ഇതിപ്പോൾ ഒരാൾക്ക് തന്നെ കുമുലേറ്റീവായിട്ട് 40,000, 50,000, 80,000 പെൻഷൻ. ഇത് ഞാൻ സാമകൽപ്പിക്കുക പറയുന്നത്. 10,000 ആണെങ്കിൽ അതൊന്നും ആയിരിക്കുകയല്ലോ ഒരു MLAയുടെ പെൻഷൻ. എന്നാൽ ചില MLAമാർക്ക് അത്യാവശ്യമാണ് താനും. അപ്പോൾ ഞാൻ പറയുന്നത് 2 to 3 times കൂടുതൽ അസംബ്ലിയിലേക്ക് മത്സരിച്ചാൽ നമ്മുടെ കയ്യിലല്ലേ കാര്യം ഇരിക്കുന്നത്. വോട്ട് ചെയ്യരുത്. എത്ര പുഞ്ചിരിച്ചാലും എത്ര കെട്ടിപ്പിടിച്ചാലും പോക്കറ്റിൽ എത്ര ഇട്ട് തന്നാലും കേരളത്തിൽ അങ്ങനെ തരുന്ന പരിപാടി ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും ചെയ്യരുത്. നമ്മുടെ വിവേചന ബുദ്ധി ഉപയോഗിക്കണം. ഒരു പുതിയ ഈവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അവൻ മിടുക്കനല്ലേ, ആരോഗ്യമുള്ള, സമൂഹത്തെ സേവിക്കാൻ മനസ്സുള്ള നല്ലൊരു പയ്യൻ. അവനെ ഇത്തരം കേസിൽ കുടുക്കി നശിപ്പിക്കല്ലേ. നശിപ്പിക്കുകയൊന്നുമില്ല, കേരളത്തിലെ ജനങ്ങളത് മൈൻഡ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് കുറച്ച് പേർക്ക്, പത്രക്കാർക്ക് കുറച്ച് ദിവസം പത്രം ഓടിച്ചുകൊണ്ട് പോവാം, TV-കാർക്ക് കുറച്ച് ദിവസം TV ഓടിച്ചുകൊണ്ട് പോവാം. ഈ TVയും പത്രമൊന്നും ജനങ്ങൾ ഉപേക്ഷിച്ച കാര്യമൊന്നും ഇവരാരും അറിഞ്ഞിട്ടില്ല. ഗുഡ് മോർണിംഗ്. ഈ TV-കാരുടെയും പത്രക്കാരുടെയും വിചാരം അവരാണ് ഈ നാടിനെ നയിക്കുന്നത്. ഒന്നുമില്ല, ഒരു കോപ്പുമില്ല. ആരാ രാവിലെ ഈ TV പറയുന്നതെല്ലാം കേട്ടാണോ മനുഷ്യൻ ജീവിക്കുന്നത്? അല്ലെ പത്രം വായിച്ചാണോ ജീവിക്കുന്നത്? ഒരു പാവം MLA അവനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിക്കിഷ്ടമാണ് അവന്, മിടുക്കൻ. എനിക്കിഷ്ടമാണ്. ഞാൻ ഒത്തിരി വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പം മിടുക്കനാണ്. പിന്നെ ചെറുപ്പക്കാരൻ പയ്യനല്ലേ, അവൻ ആരെങ്കിലും പ്രേമിച്ച് കാണും, പഞ്ചായത്തടിച്ച്. അതിനിപ്പോൾ എന്നാ, ഇതാരും പഞ്ചായത്തടിക്കാത്ത കേരളമാണോ? കൊള്ളാമല്ലോ. എന്തിനാ ഒരു രാഷ്ട്രീയ നേതാവിനെ, ഇപ്പോൾ MP ആയിരിക്കുന്ന നേതാവിനെ തകർക്കാൻ വേണ്ടി ഒരു ഗസ്റ്റ് ഹൗസിലിട്ട് പിടിച്ച് പൂട്ടി തല്ലി. എന്നിട്ട് എന്നാ പറ്റി? ഞാനിപ്പോൾ അയാൾ 2ാമതോ 3ാമതോ MP ആക്കിയിട്ടുണ്ട് അല്ലേ. അയാളുടെ കഴിവ് നമ്മൾ വിട്ടുകൊടുത്ത്, അവൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ നമുക്ക് വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇലക്ഷന് പോലും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ പറയരുതെന്നാണ് നിയമം. പിന്നെ ഇവിടെ എന്താ പ്രസക്തി? ഒത്തിരി ചാനലുണ്ട് കേരളത്തിൽ ആവശ്യമുള്ളതില്ലാതായിട്ട്. അവർക്ക് ഒരു ദിവസം ഓടിച്ചുകൊണ്ട് പോകണ്ടേ? അതിന് ഓരോ വിഷയമാണ്. ഒരു നല്ല വേറൊരു വിഷയം കിട്ടി അവരതിട്ട് അതിൻ്റെ പുറകെ അങ്ങ് പോകും. അത്രയുള്ള കാര്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഇലക്ഷനിലും വെറുതെ ആവശ്യമില്ലാതെ ഈ ചീഞ്ഞ കഥയും കൊണ്ട് വരല്ലേ, ഇറങ്ങി പുറപ്പെടല്ലേ. നമ്മുടെ എല്ലാ അന്തസ്സും അഭിജാത്യവും നശിച്ചു പോകും. കേരളം ഇന്ന് വെറും ഒരു കേരളമല്ല, വിദ്യാസമ്പന്നമായ അത്യുന്നതമായ മുകളിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതിനനുയുക്തമായൊരു സൂപ്പർ ഭരണം ഇവിടെ ഉണ്ട്, ഭരണകക്ഷിയുണ്ട്, ജനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം തച്ചുടച്ചുകൊണ്ട് ഈ ചീപ്പായിട്ടുള്ള, ചീപ്പെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രായപൂർത്തിയായ 2 പേർ ഇഷ്ടത്തോടെ എവിടെയെങ്കിലും പോയാൽ ഒരു കോടതിയിൽ അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു നിയമവും. ഗുഡ് മോർണിംഗ്. അപ്പം ഈ പരിപാടി നിർത്തണം. അത് അമിതമായ പ്രാധാന്യം ഗവൺമെൻറ് കൊടുക്കേണ്ടതില്ല. ആദ്യം നല്ലൊരു സൈക്കോളജിസ്റ്റിനെ ഡിവിഷൻ സംസാരിക്കണം. അത് കഴിഞ്ഞ് നിയമപണ്ഡിതരുമായിട്ട് സംസാരിക്കണം. ഒരു കോടതിയിലും നിൽക്കത്തില്ല. ഉഭയകക്ഷി സമ്മതപ്രകാരം പോയിട്ട് അത് അന്നേരം ഒന്നും പീഡനം, ഒരു ഇലക്ഷൻ വരുമ്പോഴാണ് പീഡനം പൊങ്ങി വരുന്നത്. 10, 25, 50 ലക്ഷം രൂപയാണ് അതിൻ്റെ പിന്നിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമുക്കത് ഉപേക്ഷിക്കാം. ഈ നാടിനെ നമുക്ക് സ്നേഹിക്കാം, നാടിന് വേണ്ടി പണിയെടുക്കാം. ഓക്കെ. ഇതൊന്നും ഇല്ലാതെ പത്രക്കാർക്ക് പറ്റില്ല, അവർ വാർത്ത വേണമല്ലോ. TV-കാർക്കും പറ്റില്ല, വേണം. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഇവിടെ ഒരു ഗവൺമെൻറ് മുമ്പോട്ട് വരും. ജനങ്ങളുടെ ഹൃദയത്തിൽ കയറിയിരിക്കുന്ന ഒരു ഗവൺമെൻറ് അത് വരും. അതിനിപ്പോൾ ഈ ചീപ്പ്നെസ്സിൻ്റെ ഒന്നും പറയാം. എനിക്ക് എന്തൊരു നാണക്കേടാ, കഷ്ടം. ഇത്ര കാലമായി എവരി ഇലക്ഷൻ ഒരാളെ പൊക്കിക്കൊണ്ടുവരും. അത് 2 പേരും പയറ്റി, 2 അവസരങ്ങളും പയറ്റി. ജനങ്ങൾ പുച്ഛിച്ചുകൊള്ളുക, പിന്നെയും കൊണ്ടു നടക്കുക. പത്രക്കാർക്ക് ഭക്ഷണം എന്നല്ല വേറൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നാടിനെ സ്നേഹിക്കാം. നമ്മുടെ യുവാക്കൾക്ക് ആവശ്യമായ പരിശീലന കേന്ദ്രങ്ങൾ നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. സ്പോർട്സ് ആയാലും ഗെയിംസ് ആണെങ്കിലും നിർബന്ധമായും ഓരോ വാർഡിലും വേണം.
ഓരോ പഞ്ചായത്തിലൊക്കെ ഇപ്പോൾ സ്റ്റേഡിയം ആയി തുടങ്ങി, മുനിസിപ്പാലിറ്റി. പക്ഷേ അതുകൊണ്ടായില്ല. കഴിയുമെങ്കിൽ സ്ഥലമുള്ള പ്രദേശത്തെ വാർഡുകളിൽ പോലും നമുക്ക് മുനിസിപ്പൽ വാർഡായാലും കൊള്ളാം, പഞ്ചായത്ത് വാർഡായാലും പബ്ലിക് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഷട്ടിൽ കോർട്ടോ വോളിബോൾ കോർട്ടോ അതുപോലെ തന്നെ യുവാക്കൾക്ക് കൂടിയിരുന്ന് വർത്തമാനം പറയാൻ ഒരു സ്ഥലമോ ഒരു നല്ല കഫേയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരതിന് ചുറ്റും വരും, വർത്തമാനം പറയും, പരസ്പരം മിങ്കിൾ ചെയ്യും, അവരുടെ അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. ഈ പരാഗണത്തിൻ്റെ രീതി അറിയാമോ? പരാഗണം എങ്ങനെയാണ്? ഒരു പൂവിൽ വരുന്ന വണ്ട് അടുത്ത വീട്ടിലേക്ക് പോകുമ്പം അതിൻ്റെ അറിയാതെ തന്നെ ആ പരാഗണം നടക്കുക എന്ന് പറഞ്ഞതുപോലെ യുവതി യുവാക്കൾ കുട്ടികൾ ഓരോ സ്ഥലത്ത് അസംബ്ലി ചെയ്യുമ്പം പലർക്കും ന്യൂനതകൾ കാണാൻ, ന്യൂനതകൾ മാറാനും പോസിറ്റീവായ തിങ്കിങ് വളർന്നു വരാനും അത് സഹായിക്കും. അതിന് അവിടെ ഒരു മെൻറ്റർ, ഗ്രാമ വാർഡ് മെമ്പർ അല്ലെങ്കിൽ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ചുമതലപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥന് മെൻറ്ററായി അവിടെ വേണം. ഒരു ചെറിയ നിയന്ത്രണമൊക്കെ വേണം. വഴക്കൊക്കെ ഇട്ട് വരുമ്പോൾ മതിയല്ല നിർത്തലാന്ന് പറയാൻ ഔദ്യോഗികമായി കഴിവുള്ള ഒരാളോട്. അങ്ങനെ ഇത് മെൻറ്ററിങ്ങോടുകൂടി നടത്തുകയാണെങ്കിൽ അത് സൂപ്പറാകും. നമ്മുടെ നാട് ഒന്നിനൊന്ന് വാസം പറയലേ. ഞാനിങ്ങനെ പലപ്പോഴും അന്തം വിട്ടു പോകാറുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ വളർച്ച കണ്ടിട്ട്. ഓരോ രംഗത്തും പലരും പറയും സൈമൺ ഒരു കമ്മ്യൂണിസ്റ്റാണെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും ഒന്നുമല്ല, എനിക്ക് അങ്ങനത്തെ. പക്ഷെ കാണുമ്പോൾ സത്യം വിളിച്ചു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം മോദിജി ചെയ്ത ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതുപോലെ നമ്മുടെ മൻമോഹൻ സിംഗ് വിദ്യാഭ്യാസ നിയമം ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞല്ലോ, എവരി 1 കിലോമീറ്റർ ഗവൺമെൻറ് സ്കൂൾ വേണമെന്ന്. ആ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ 1 കിലോമീറ്റർ ഉള്ളിൽ ഒരു വലിയ പബ്ലിക് സ്കൂളാണ് ഉള്ളത്, എനിക്ക് ഫീസുള്ള സ്കൂളാണ്, എനിക്കവിടെ പഠിക്കണമെന്ന് ആ കുട്ടി ആവശ്യപ്പെട്ടാൽ അവിടെ പഠിപ്പിക്കണമെന്ന് നിയമമുണ്ട്. എത്ര പേർക്ക് അറിയാം ഇതൊക്കെ? അപ്പോൾ അത് പരിശോധിക്കണം. വിദ്യാഭ്യാസ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ഇതെല്ലാം ഇവിടെ ഉള്ളതാണ്. ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നാണ്. അപ്പം അവരെയും നമ്മൾ അഭിനന്ദിക്കുന്നുണ്ട്. മൻമോഹൻ സിംഗ് ഇന്ത്യ കണ്ടതിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ട, അത് നെഹ്റുവിനൊക്കെ കഴിഞ്ഞിട്ടില്ല, പുതിയ കാലഘട്ടത്തിലെ കാര്യം. നെഹ്റുവൊക്കെ ഒരു സൂപ്പർമാനായിരുന്നു. അത് ഇന്ദിരാഗാന്ധി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ മൻമോഹൻ സിംഗ് ഒരു അസാധ്യ സംഭവമായിരുന്നു. ലോകരാജ്യത്തെ നേതാക്കന്മാർ, അമേരിക്കൻ പ്രസിഡൻറ്റ് പോലും ആദരിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള വിശിഷ്ടത നമുക്കുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലാണേലും നല്ല ഒന്നോന്തരം ഭരണകർത്താക്കളുണ്ടായിരുന്നു. കെ കരുണാകരൻ നല്ല സൂപ്പർ മന്ത്രിയായിരുന്നു. ഈ നാടിന് വേണ്ടി ഒത്തിരി പണിയെടുത്തയാളാണ്. അതുപോലെ എ കെ ആൻ്റണി, ഇ കെ നയനാർ, എല്ലാത്തിനെക്കാട്ടും ഏറ്റവും ആദരിക്കണം നമ്മുടെ EMS അല്ലേ, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ജനിച്ചത് തന്നെ വലിയ കുബേര കുടുംബത്തും വില്ലാ വണ്ടിയിലുമൊക്കെ ജയിച്ച ആൾ, കുടിലുകളിലും അതുപോലെ താഴേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞ അവസാനം പാർട്ടിയുടെ പെൻഷനും വാങ്ങിച്ച് ഒരു സാധാരണക്കാരനായി വിട വാങ്ങിപ്പോയ നമ്മുടെ എല്ലാ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ EMS അല്ലേ. അങ്ങനെ എത്ര പേരാ. അപ്പോൾ കുശുമ്പൂതിയൊരു കാര്യമുണ്ടോ? ഇപ്പം നയനാർ സൂപ്പറാന്ന് പറയുമ്പോൾ കുശുമ്പൂതിയൊരു കാര്യമുണ്ട്. പിണറായി വിജയൻ സാർ മിടുക്കാന്ന് പറയുന്നത് കുശുമ്പൂതിയൊരു കാര്യമുണ്ട്. കുശുമ്പ് കുത്തണം, പോരാടണം, 2 വർഷമായി, 3ാമത് ഭരണം ഒന്ന് പിടിച്ചെടുക്കാൻ ശ്രമിക്കണം. അതൊക്കെ വേണം, അതിന് ശ്രമിക്കണം. അതിന് ചീഞ്ഞ കഥകളൊക്കെ ആയിട്ട് മുമ്പോട്ട് വരല്ലേ എന്നാണ് പറയാനുള്ളത്. എന്തായാലും we the people of Kerala proudly watching everything happening in our society, in the state and the nation. You must remember that. Okay, all the best. Have a fantastic positive day. Praise our God. Thank you.